ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണല്ലേ ഇത്. നിങ്ങൾക്ക് ഒട്ടും എത്ര പഠിച്ചിട്ടും ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് എങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ആവുക. നമുക്ക് 2 ക്ലാസ്സേ ആയിട്ടുള്ളൂ. നമ്മൾ ആഴ്ചയിൽ 1-2 ക്ലാസ്സുകൾ, കാരണം ഒട്ടും അറിയത്തില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ടൈം എടുത്ത് പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. നമ്മൾ ടെൻസസ് ഒന്നും ഇവിടെ പഠിക്കുന്നില്ല, ഗ്രാമർ ഒന്നും പഠിക്കുന്നില്ല. പക്ഷേ എങ്ങനെയാണ് ഇംഗ്ലീഷ്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒത്തിരി പേര് ഞാൻ അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് തെറ്റുകളൊക്കെ കാണിച്ചും തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറുപടിയും തന്നിട്ടുണ്ട് അല്ലേ. തരാത്തവരുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ, നിങ്ങളെ മറന്നതല്ല. അപ്പോൾ ഇന്നും ഞാൻ എന്നും പറയുന്നത് പോലെ നല്ലോണം റിലാക്സ് ചെയ്തിരിക്കുക കേട്ടോ. നിങ്ങളിങ്ങനെ വേണമെങ്കിൽ നിങ്ങളിങ്ങനെ കിടക്കുമ്പോൾ ഇതിങ്ങനെ കേട്ടുകൊണ്ട് കിടക്കുക. അങ്ങനെയാകുമ്പോൾ നല്ല റിലാക്സ്, അല്ലാണ്ട് പഠിക്കണം എന്ന ഒരു വലിയ എന്താ പറയുക വ്യഗ്രതയോടെ ഇങ്ങനെ ഇരിക്കാതെ നല്ല മൈൻഡൊക്കെ നല്ല കൂളാക്കി നല്ല റിലാക്സ് ആയിട്ട് ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ പഠിച്ച കാര്യങ്ങളൊന്നും കൂടെ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞായിരുന്നു, നീ ചോറ് കഴിക്കാറുണ്ടോ എന്ന് എങ്ങനെയാ ചോദിക്കുക. നീ ചോറുണ്ണാറുണ്ടോ? ഡു യു ഈറ്റ് റൈസ്? ഡു യു ഈറ്റ് റൈസ് പറഞ്ഞില്ലേ? എല്ലാവരും പറഞ്ഞില്ലേ? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലാണ് തോന്നുന്നു പഠിച്ചതല്ലേ. ഡു യു ഈറ്റ് റൈസ്? നീ ചോറുണ്ണാറുണ്ടോ? ഡു യു ഈറ്റ് റൈസ്? അപ്പോൾ ഞാൻ സാധാരണ ചോറാണ് ഉച്ചയ്ക്ക് കഴിക്കാറ് എന്ന് എങ്ങനെ പറയും? നിങ്ങൾ പറഞ്ഞേ. I usually eat rice. I usually eat rice. ഞാൻ ചോറാണ് സാധാരണ കഴിക്കാറ്. I usually eat rice for breakfast. ബ്രേക്ക്ഫാസ്റ്റിന് ചോറ് കൊണ്ടുവന്നവരുണ്ടല്ലേ. എന്നെ ആ ഗണത്തിൽപ്പെടുത്തണ്ട. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെന്ന് പറഞ്ഞാലും ചോറുണ്ണില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ചോറുണ്ണുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ എങ്ങനെ പറയാ? I usually eat rice for breakfast. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു. ഇനി എന്താ പറയാ, പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? എനിക്ക് ചോറ് ഇഷ്ടമാണെന്ന് എങ്ങനെ പറയും? ഐ ലൈക്ക് റൈസ്. ഇതൊക്കെയാണ് നമ്മൾ ദിവസം ഈ 2 ക്ലാസ്സുകളിൽ കുഞ്ഞൊന്ന് 2 കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ അല്ലെ. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ 1ഉം 2ഉം ഒന്ന് കേൾക്കുക കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പഠിച്ചില്ലേ ഡു യു ഈറ്റ് റൈസ്? നീ ചോറുണ്ണാറുണ്ടോ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തെ ഒന്നും കൂടി അഡ്വാൻസ് ആയിട്ട് ചോദിക്കണം. ഉച്ചയ്ക്ക് നീ എന്താണ് കഴിക്കാറ് അല്ലേ? അങ്ങനെ നമുക്ക് ചോദിക്കില്ലേ, ഉച്ച സമയത്ത് നീ എന്താണ് കഴിക്കാറ്? എങ്ങനെയാണ് നീ ഓഫീസിൽ പോകാറ്? ചോദ്യം ചോദിക്കാൻ പഠിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഉത്തരവ് അറിയുള്ളൂ അല്ലേ. എങ്ങനെയാണ് നീ ഓഫീസിൽ പോകാറ്? ആരെയാണ് അവൾ എപ്പോഴും ഈ വൈകുന്നേരം ഫോൺ വിളിക്കുന്നത്? അതിലൊക്കെ തൊട്ട് നോക്കിയിട്ട് നമുക്ക് ചോദിക്കാം അല്ലേ, എപ്പോഴും വൈകുന്നേരം ആരെയാ ആ കുട്ടി ഫോൺ വിളിക്കുന്നത്? അങ്ങനെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് അഡ്വാൻസ് ആയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? WH ക്വസ്റ്റ്യൻസ് അറിയാം. അത് എത്ര പേർക്കറിയാം? പെട്ടെന്ന് കൈവയ്ക്കോ? എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം. നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ ഏതൊക്കെയോ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും പെട്ടെന്ന് നോക്കിക്കോളൂ. വാട്ട് എന്ത്, വാട്ട് എന്ത്, വെയർ എവിടെ, വെൻ എപ്പോൾ, വിച്ച് ഏത്, വൈ എന്തുകൊണ്ട്. ഇത് നിങ്ങൾ പെട്ടെന്നൊന്നും കൂടെ മനസ്സിലൊന്ന് കാണാതെ പറഞ്ഞേ. ഹൂ ആര്, ഹൂം ആരെ, ഹൂസ് ആരുടേത്, ഹൗ എങ്ങനെ. ഹൂ ആര്, ഹൂം ആരെ, ഹൂസ് ആരുടേത്, ഹൗ എങ്ങനെ. പെട്ടെന്നൊന്ന് നിങ്ങൾ പറയൂ. ഓക്കെ, ഇത് 1-2 വട്ടം നിങ്ങളൊന്ന് പറയണം. അപ്പൊ ഒന്നുമില്ല, ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ എടുത്ത ഈ ചോദ്യം തന്നെ നമുക്കൊന്ന് ചോദിക്കാവേ. ടെൻഷനൊന്നും ഇല്ലല്ലോ, ആർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നീ ലഞ്ചിന് ചോറുണ്ണാറുണ്ടോ എന്നാണ് നമുക്ക് ചോദ്യം.
ഡു യു ഈറ്റ് റൈസ് ഫോർ ലഞ്ച്? പക്ഷെ ഇനി നമുക്ക് ചോദിക്കേണ്ടത് എന്താണ് നീ ലഞ്ചിന് കഴിക്കാറ് എന്ന് നമുക്ക് ചോദിക്കണം. ഇപ്പൊ നമ്മൾ ചോദിച്ചത് നീ ഉച്ചയ്ക്ക് ചോറുണ്ണാറുണ്ടോ എന്നാണ് നമ്മൾ ചോദിച്ചത്. എങ്ങനെ ചോദിക്കുക? നീ ഉച്ചയ്ക്ക് ചോറുണ്ണാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക? ഉച്ചയ്ക്കെന്നാണെങ്കിൽ നമുക്ക് എന്താ പറയണം? അറ്റ് നൂൺ എന്ന് പറയണം, അല്ലെങ്കിൽ നമുക്ക് ലഞ്ച് എന്ന് പറയാം, ആ ഒരു ടൈമിൽ. അപ്പൊ നമുക്ക് ഡു വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം എല്ലാ ദിവസവും ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ഒന്നരാടം ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ദിവസങ്ങളിൽ ചെയ്യാറുണ്ടോ, ഏതെങ്കിലും മാസങ്ങൾ, അങ്ങനെയൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യാറുണ്ടെങ്കിൽ നമുക്ക് ഡൂവും ഡസും വെച്ചിട്ടാണ് ചോദ്യം ചോദിക്കേണ്ടത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇത് ചോദിച്ചത്. ഡു യു ഈറ്റ് റൈസ് ഫോർ ലഞ്ച്? ലഞ്ചിന് നീ ചോറ് ഉണ്ണാറുണ്ടോ? ഇതാണ് നമ്മുടെ. പക്ഷേ നമ്മൾ ചോദിക്കുകയാണ് ലഞ്ചിൽ നീ എന്താണ് കഴിക്കാറ്? ലഞ്ചിൽ നീ എന്താണ് കഴിക്കാറ്? അപ്പോൾ ശ്രദ്ധിക്കണേ, എന്താണ് എന്ന് പറയാൻ നമ്മൾ ഇവിടെ പറഞ്ഞു, എന്തെന്ന് പറഞ്ഞു? വാട്ട് എന്ന് പറഞ്ഞു. അതിന് ഞാൻ ചുമ്മാ ഒന്ന് കൊടുത്താൽ മതി, ബാക്കി അങ്ങനെ തന്നെ അങ്ങ് ചോദിച്ചാൽ മതി. ആ എന്താണെന്ന് പറയുന്ന സാധനത്തിന് ആദ്യം അങ്ങ് കൊടുക്കാം, ബാക്കി നമ്മൾ പഠിച്ചു വെച്ചില്ലേ, അതങ്ങനെ എങ്ങനെ ചോദിക്കാം. അപ്പൊ എങ്ങനെ പറയാം? വാട്ട് കൊടുത്തേ, ഇന്നൊന്നുമില്ല, നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച കാര്യം അങ്ങോട്ട് പറഞ്ഞോളൂ. വാട്ട് ഡു യു ഈറ്റ് ഫോർ ലഞ്ച്? ലഞ്ചിന് എന്താണ് നീ കഴിക്കാറ്? എങ്ങനെയാണ്? വാട്ട് ഡു യു ഈറ്റ് ഫോർ ലഞ്ച്? ഇവിടെ പറയൂ നിങ്ങൾ ലഞ്ച്. അപ്പോ നിങ്ങൾ പറയാണ് ഞാൻ സാധാരണ ലഞ്ചിന് ചോറാണ് കഴിക്കാറ്. എങ്ങനെ പറയാം? ഐ പഠിച്ചതാണ്, ഇനി നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയല്ലേ. ഐ യൂഷ്വലി ഈറ്റ് റൈസ് ഫോർ ലഞ്ച്. എങ്ങനെയാണ്? യൂഷ്വലി, ഐ യൂഷ്വലി ഈറ്റ് റൈസ് ഫോർ ലഞ്ച്. ഇനി അതല്ല, നമ്മൾ വേറെ ചിലപ്പോൾ നമ്മളിങ്ങനെ പറയും, ബിരിയാണി ഇഷ്ടമാണ്, എന്നാലും എനിക്കിഷ്ടം റൈസാണ് നമുക്ക് പറയണം. ബിരിയാണിയൊക്കെ ഇഷ്ടമാണ്, എന്നാലും എനിക്കിഷ്ടം റൈസാണ് നമുക്ക് പറയണം. അപ്പോൾ എന്നാലും തന്നെയൊക്കെ നമ്മൾ കുറച്ച് അതിനെയൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് സിമ്പിളായിട്ട് പറയാണ്, എനിക്ക് ബിരിയാണി ഇഷ്ടമാണെന്ന് എങ്ങനെ പറയും? ഐ ലൈക്ക് ബിരിയാണി, ബട്ട് ഐ പ്രിഫർ റൈസ്. അവിടെ നമ്മൾ പ്രിഫർ എന്ന് കൊടുത്തു. റൈസ് ആണെങ്കിൽ നമ്മൾ ഒന്നും കൂടെ പ്രിഫർ ചെയ്യുക, ഒന്നും കൂടെ എനിക്കിഷ്ടം. അല്ലാണ്ട് നമ്മുടെ അവിടെ ഓൾതോയോ ഒന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ഐ ലൈക്ക് ബിരിയാണി, എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്, ബട്ട് ഐ പ്രിഫർ റൈസ്, ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക റൈസ് ആണ്. അങ്ങനെ പറഞ്ഞാൽ മതി. എങ്ങനെ പറയാം? പ്രിഫർ റൈസ്. പറഞ്ഞല്ലോ. അപ്പോൾ വാട്ടായി. ഇനി നമുക്ക് ചോദിക്കുകയാണ്, ഓഫീസിൽ പോകാറുണ്ടോ നീ? ചോദിക്കും നിങ്ങൾ, നീ ഓഫീസിൽ പോകാറുണ്ടോ? എല്ലാവരും ചോദിച്ചില്ലേ, ഡു യു ഗോ ടു ദ ഓഫീസ്? ഇനി അവൻ ഓഫീസിൽ പോകാറുണ്ടോ എന്നാണെങ്കിൽ എങ്ങനെ ചോദിക്കാം? ഡസ് ചേർക്കണം അല്ലേ? ഡസ് ഹി ഗോ ടു ദ ഓഫീസ്? അവൻ്റെ ഓഫീസിൽ പോവാറുണ്ടോ എന്നായി. പക്ഷെ ഇനി എനിക്ക് ചോദിക്കേണ്ടതല്ല, എങ്ങനെയാണ് അവൻ ഓഫീസിൽ പോവാറ്? ഞാൻ അടുത്ത് പിടിച്ചിട്ടേ ചോദിക്കുകയാണ്, അവൻ എങ്ങനെയാ ഓഫീസിൽ പോകുന്നത്? അവൻ എങ്ങനെയാ ഓഫീസിൽ പോകുന്നത്? അപ്പൊ ഒരാൾ ഓഫീസിൽ പോകുന്നതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക, അത് അയാളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അല്ലേ, അയാൾ പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യമാണ്, ഡൂവും ഡസും വേണം. അത് നിങ്ങളുടെ മനസ്സിൽ അങ്ങോട്ട് ഇടിച്ചു കയറ്റുവാണ് ഞാൻ. സ്ഥിരം ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് ചോദ്യം ചോദിക്കണമെങ്കിൽ ഡൂ ഡസ് വേണം. കയറിയില്ലേ? അപ്പൊ പറയും എങ്ങനെ, ആ സാധനത്തിന് അവിടെ അങ്ങ് വെച്ചാൽ മാത്രം മതി. എങ്ങനെയെന്ന് പറയാൻ എന്ത് വേണം? ഹൗ വേണം. അപ്പൊ ഹൗ അവനല്ലേ, ഹി. ഹൗ ഡസ് അങ്ങ് ചേർത്ത് ബാക്കി കാര്യങ്ങൾ ചോദിച്ചാൽ മതി. ഹൗ ഡസ് ഹി ഗോ ടു ഓഫീസ്? ഹൗ ഡസ് ഹി ഗോ ടു ദ ഓഫീസ്? ഇതാ കൊടുത്തതിൻ്റെ കാര്യം, സ്ഥിരം പോകുന്ന ഒരു സ്ഥലമാണ്, ആ ഓഫീസ് ഏതാണെന്നൊക്കെ അറിയാം. ആർട്ടിക്കിൾ ഞാൻ ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഇപ്പോൾ എടുത്ത് തരാവേ, നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചോളൂ, എന്നാൽ മാത്രം ഞാൻ ആർട്ടിക്കിൾ പറഞ്ഞു തന്നാൽ മതിയല്ലോ. അപ്പൊ എങ്ങനെ ചോദിക്കുന്നത്? ഹൗ ഡസ് ഹി ഗോ ടു ദ ഓഫീസ്? അവൻ എങ്ങനെയാണ് ഓഫീസിൽ പോകുന്നത്? എങ്ങനെ ചോദിച്ചത്? ഹൗ ഡസ് ഹി ഗോ ടു ദ ഓഫീസ്. അപ്പോ ഞാൻ പറയാണ്, അവൻ ബസ്സിനാണ് പോകുന്നത്. നിങ്ങൾ വേഗം പറയാം, ബസ്സിനാണെന്ന് പറയാം, ബൈ ബസ് എന്ന് പറയണം. ബാക്കി നിങ്ങൾ പറയാം. ഹി ഗോ ബൈ ബസ്. അങ്ങനെ പറഞ്ഞവരുടെ ചെവിയല്ലേ ഇങ്ങോട്ട് നീട്ടി പിടിച്ച്, ചെവിയെ പിടിക്കട്ടെ. ഹി
ഗോസ് വേണം. ബൈ ബസ്. ഹി സിമ്പിൾ ഒരാളേ ഉള്ളൂ. എസ് ചേർക്കണം. ഞാൻ പറഞ്ഞതല്ലേ കൂട്ടു വേണം എന്നൊക്കെയുള്ള കാര്യം. ഓക്കെ. അപ്പം ടെൻഷൻ ഒന്നുമില്ലല്ലോ, ഫ്രീ അല്ലേ? അപ്പം നമ്മളത് പഠിച്ചു. ഇനി നമ്മൾ ചോദിക്കുകയാണ്, എവിടേക്കാ നീ എന്നും പോകുന്നത്? നീ എന്നുവേ എവിടേക്കാ പോകുന്നത്? അതിലൊക്കത്തെ കുട്ടി പോകുന്ന കണ്ടപ്പോൾ നമുക്ക് ചോദിക്കാം, എങ്ങോട്ടാ നീ പോകുന്നത്? എങ്ങോട്ടാണ് എന്നും എന്നുള്ള വാക്ക് അവിടെ വന്നു. അപ്പൊ നമുക്ക് ഓർമ്മയിൽ പറയണം, ഡൂവും ഡസും വേണം. ഇനി എങ്ങോട്ടാണെന്നുള്ളതിനെ മാത്രം അവിടെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആയി. നീയാണ്, യു ആണ്, ഡു വേണം. വെയർ ഡു യു ഗോ എവരി ഡേ? എല്ലാ ദിവസവും നീ എങ്ങോട്ടായി പോകുന്നത്? വെയർ ഡു യു ഗോ എവരി ഡേ? എല്ലാ ദിവസവും നീ എങ്ങോട്ടാണ് പോകുന്നത്? വെയർ ഡു യു ഗോ എവരി ഡേ? അപ്പോൾ ഞാൻ പറയണം, ഞാൻ ട്യൂഷനാണ് എല്ലാ ദിവസവും പോണത്. ട്യൂഷനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ പറയും? പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ കൊടുത്തോളൂ കേട്ടോ. ഞാൻ ട്യൂഷനാണ് പോകുന്നത് എന്നുള്ളത് പെട്ടെന്ന്, എല്ലാ ദിവസവും ഞാൻ ഈ സമയത്ത് ട്യൂഷനാണ് കേട്ടോ പോകുന്നത്. പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ പെട്ടെന്ന് ചെയ്തോ. കുട്ടികൾ, മുതിർന്നവര്, ചേട്ടന്മാര്, ചേച്ചിമാരെല്ലാവരും. ഓക്കെ. അപ്പോ സിമ്പിളാണ്. എന്താണ് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം? ഈ WH ഞാനിപ്പോ തന്ന കാര്യങ്ങളുടെ അർത്ഥം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. എന്നിട്ട് സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് ഡൂവും ഡസും വേണമെന്ന് നമ്മൾ പഠിച്ചു വെച്ചു. അപ്പൊ ഈ WH സാഹചര്യത്തിനനുസരിച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ സബ്ജക്റ്റ് നോക്കിയിട്ട് ഡൂ ആണോ ഡസ് ആണോ എന്ന് കൊടുക്കുക. പിന്നെ നമ്മുടെ സബ്ജക്റ്റ് കൊടുക്കുക. വേർബ് ഫസ്റ്റ് ഫോമിൽ, ആരെയും അന്വേഷിച്ച് പോകണ്ട, ഫസ്റ്റ് ഫോമിൽ കൊടുക്കുക. അപ്പൊ അതെന്തായി മാറി? നമ്മുടെ ചോദ്യം കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് മാറി. ഓക്കെ, അത് ഓർത്ത് വെക്കണം. ഇനി ഞാൻ ചോദിക്കുകയാണ്, അവൾ ആരെ ഈ വൈകുന്നേരമൊക്കെ വിളിക്കുന്നത്? എങ്ങനെ ചോദിക്കാൻ പറ്റുക? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അവൾ ആരെ ഈ വൈകുന്നേരം, എല്ലാ ദിവസവും വൈകുന്നേരം വിളിക്കുന്നത്? ഹൂ ഡസ് ഷീ കോൾ ഇൻ ദ ഈവനിങ്? ഹൂ കൊടുത്തു. നമ്മൾ ഇതൊക്കെ ആ WHനകത്ത് പഠിച്ചതല്ലേ. ഹൂ ഡസ് ഷീ കോൾ ഇൻ ദ ഈവനിങ്? എന്നിട്ട് പറഞ്ഞേ, ഇൻ ദ ഈവനിങ്. അപ്പൊ ഞാൻ പറയാണ്, അവള് വിളിക്കുന്ന അവളുടെ അമ്മേനെയാണ്. നിനക്കെന്താ? ഷീ കോൾസ് ഹർ മദർ. ഷീ കോൾസ് ഹർ മദർ. മദറിനെയാണ് വിളിക്കുന്നത്. അപ്പൊ ഇതിൽ വരുത്തുന്ന തെറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ ഡൂവും ഡസും ചേർക്കുന്നത് മാറിപ്പോ. കുട്ടി എന്തിനാ കരയുന്നേ? അവൻ എന്തിനാ കരയുന്നേ? അവൻ എന്തിനാ കരയുന്നേ നമുക്ക് ചോദിക്കണം. അപ്പൊ അവൻ കരയാറുണ്ടോ എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കണം? ഇപ്പൊ കുട്ടികളാണെങ്കിൽ, കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ അമ്മമാരോട് എല്ലാവരും ചോദിക്കും, അവൻ കരയാറുണ്ടോ? അപ്പൊ എങ്ങനെയാ ചോദിക്കുന്നത്? ഡസ് ഹീ ക്രൈ? ഡസ് ഹീ ക്രൈ? അവൻ കരയാറുണ്ടോ? പക്ഷെ എന്തിനാണ് അവൻ കരയാറ്? അങ്ങനെയാണെങ്കിലോ, വൈ ഡസ് ഹീ ക്രൈ? എൻ്റെ മക്കള് ചുമ്മാ ഒരു കഥ പറയാം, നിങ്ങൾക്ക് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട്. എൻ്റെ മൂത്ത മോൻ ചെറുതായിരുന്നപ്പോൾ ഉണ്ടായ പടിയെ ഭയങ്കര കരച്ചിലായിരുന്നു, എപ്പോഴും കരച്ചിലായിരുന്നു. അപ്പം ഞാൻ ഉറക്കവേ ഇല്ലായിരുന്നു, മൂത്ത മോനും അതെ, രണ്ടാമത്തെ മോളും അതെ. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കും, എന്തിനാ ഇവൻ എപ്പോഴും കരയുന്നത്? എപ്പോഴും ഓൾവേസ് എന്ന വാക്ക് വന്നാൽ ഉടനെ നമ്മൾ ഓർത്തു വെക്കുക, ഡൂവും ഡസും വേണം. എന്തിനാണെന്നുള്ള വൈ വേണം ക്വസ്റ്റ്യനായി. അപ്പോൾ എന്തിനാ കരയുന്നതെന്ന് എന്നോട് ചോദിക്കും. എനിക്കും അറിയില്ല എന്തിനാ കരയുന്ന ആൾക്കും അറിയില്ലായിരുന്നു എന്തിനാ കരയുന്നത്. അതൊക്കെ ഒരു കാലം. കഷ്ടപ്പെട്ടു പോയായിരുന്നു. അങ്ങനെ ഒത്തിരി അമ്മമാർ കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ചുമ്മാ പറഞ്ഞ. അപ്പോൾ ഓർത്ത് വെക്കാം, ഈ നമുക്ക് WH വേർഡ് കൊടുക്കുക, ഡൂവും ഡസും കൊടുക്കുക. ഡൂ ആണോ ഡസ് ആണോ രണ്ടും കൂടെ കൊടുക്കില്ലേ, ഏതാണെന്ന് കൊടുക്കുക. സബ്ജക്റ്റ് കൊടുക്കുക, വേർബിന്റെ ഫസ്റ്റ് ഫോം കൊടുക്കുക. ഇനി വരുത്തുന്ന തെറ്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഡൂവും ഡസും ചേർക്കുന്നതിൽ ഒരു തെറ്റ് വരുത്തും. പിന്നെ വരുത്തുന്ന തെറ്റാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ, വാട്ട് ഡു യു ഈറ്റിംഗ് ഫോർ ലഞ്ച്? വാട്ട് ഡു യു ഈറ്റിംഗ് ഫോർ ലഞ്ച്? ഇത് ശരിയാണോ? തെറ്റാണല്ലേ. കാരണം നമ്മളിപ്പോൾ പഠിച്ചു വെച്ചു, എന്തെന്ന് നമ്മൾ പഠിച്ചു വെച്ചു? ഡൂവും ഡസും നമ്മൾ ചേർത്താൽ നമ്മുടെ വേർബ് ഒരിക്കലും INGയിലില്ല. എപ്പോഴും എന്താണ്? ഫസ്റ്റ് ഫോം തന്നെയേ ഉള്ളൂ. അപ്പൊ ഈ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ച 1-2 നിയമങ്ങൾ നിങ്ങളെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. ഒന്ന്,
സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്ന ആ ആള് ഒരാൾ മാത്രമാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ആൾക്ക് വേർബിന് എസ്സിനെ കൂട്ടുകൊടുക്കണം. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ആ ലിങ്ക് തന്നിരുന്നു, എസ് ഫോം ഓഫ് ദ വേർബ്. അപ്പം നിങ്ങളത് കണ്ടിട്ടില്ല, അത് ഞാൻ വീണ്ടും ഒന്നുകൂടി ഇവിടെ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത്രയും സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ഈ എസ് ചേർക്കേണ്ടത്, എസ് ഫോം ഓഫ് ദ വേർബ് എന്ന് പറഞ്ഞതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഇവിടെ വരും, നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക, അതൊന്ന് കേട്ടും പഠിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതാണ് ഒരു റൂള്. ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വെച്ചത് എന്തായിരുന്നു, ഈ ഡൂവും ഡെസ്സും നമുക്ക് ചോദ്യം ചോദിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്. ഇപ്പം ഇതേപോലെ എല്ലാ ദിവസവും അല്ലെങ്കിൽ എപ്പോഴും അല്ലെങ്കിൽ വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പിന്നെ സംടൈംസ് റെയർലി അങ്ങനെയൊക്കെയാണ് ആ വാക്ക്. ഓഫൺ, ഓൾവേസ്, യൂഷ്വലി, എവരി ഡേ, എവരി ടൈം, വൺസ് എ മന്ത്, വൺസ് ഇയർ എന്നൊക്കെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദ്യത്തിൽ അല്ലെങ്കിൽ സെൻറ്റൻസിൽ വരികയാണ് എങ്കിൽ അത് ചോദ്യമാക്കാൻ നമുക്ക് ഡൂവും ഡെസ്സും വേണം. കുത്തിക്കേറ്റ്. ഇനി അത് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാറ്, എങ്ങനെയാണ് അങ്ങനെ ചെയ്യാറ്, ആരെയാണ് അതൊക്കെ കാണാറ്, ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഈ നമ്മുടെ WHനെ എടുത്തിട്ട് ആദ്യം ഒന്ന് കൊടുക്കുക, ബാക്കി നമ്മൾ പഠിച്ച ഡൂവും ഡെസ്സും ചേർക്കുക. ഇനി വരുത്തുന്ന ഒരു തെറ്റ് ഇങ്ങനെയാണ്, ഡസ് ഹി കോൾസ്, അവൻ വിളിക്കാറുണ്ടോ എന്നാണ് ചോദ്യം. ഡസ് ഹി കോൾസ്, ഇത് ശരിയാണോ? ഇത് ശരിയല്ല കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ സംസാരിക്കുന്ന ആൾ ഒരാളാണെങ്കിൽ വേർബിൻ്റെ എസ് ചേർക്കണം ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ ഡെസ് ചേർത്ത് കഴിഞ്ഞാൽ ഈ വേർബിൻ്റെ കൂടെ എസ് വേണ്ട. കാര്യം എന്താണെന്നോ, കുഞ്ഞു രഹസ്യമാണേ. നമ്മൾ പറഞ്ഞത് എന്താണ്, സബ്ജക്റ്റ് ഒന്നാകുമ്പോൾ എസ്സിനെ നമ്മൾ കൂട്ടുകൊടുക്കുവാണെന്നാണ് പറഞ്ഞത് അല്ലേ. പക്ഷെ നമ്മളിവിടെ ഡെസ്സിൻ്റെ കൂടെ ഡെസ് വന്നില്ലേ, പിന്നെ അപ്പുറത്തൊരു കൂട്ട് വേണ്ട. രണ്ട് കൂട്ടാകുമ്പോൾ എന്താവും, അടി കൂടും. അപ്പം നമുക്ക് എന്ത് മതി, ഒരു കൂട്ട് മതി, ഇപ്പുറത്തുള്ള എസ് മതി, അപ്പുറത്തുള്ള എസ്സിനെ പിന്നെ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് വേണ്ട, ഒറ്റ കൂട്ട് മതി, അടി കൂടും. അപ്പോൾ ഡസ് ഹി കോൾ എന്ന് മാത്രം മതി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഓർത്ത് വെക്കണേ. 2-3 വട്ടം ഈ ക്ലാസ്സുകൾ കേൾക്കണം. ഇനി നാളെയോ മറ്റന്നാളോ ഒന്നും ഈ ക്ലാസ് വരില്ല. അതെന്തിനാണെന്ന് വെച്ചാൽ 1, 2, 3 നിങ്ങൾ 3 ഇത് നല്ലോണം പഠിക്കണം, നല്ലോണം. എന്നാലേ നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയാൻ പാടില്ല. കാരണം അത്രയും സിമ്പിളായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഗ്രാമർ ഒന്നും ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഇല്ലേ. ഇത് ആക്ച്വലി ഏത് ഗ്രാമറാണ്, ഡൂവും ഡെസ്സും വരുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. നമ്മളിപ്പോൾ സിമ്പിൾ പ്രസന്റ് റൂള് പഠിച്ചു, സ്ട്രക്ചർ പഠിച്ചു, ക്വസ്റ്റ്യൻ പഠിച്ചു, എല്ലാം പഠിച്ചു. നിങ്ങളിത് വല്ലതും അറിഞ്ഞോ? നിങ്ങളിതൊന്നും അറിഞ്ഞില്ല. നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് പഠിച്ചത്. ഓക്കെ, അതെന്തുമായിക്കൊള്ളട്ടെ, ഇതൊന്നും ഓർത്തിരുന്നിട്ടൊന്നും നമുക്ക് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ പറയാൻ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ചോദിക്കുന്നില്ല, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ 2-3 സെൻറ്റൻസ് കൊടുക്കാം കേട്ടോ. നമ്മൾ പഠിച്ച ക്ലാസ്സുകളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങളത് പെട്ടെന്ന് തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ചെയ്യണം. അപ്പോൾ തെറ്റുകൾ ഞാൻ തെറ്റിത്തരും, വലിയ തെറ്റുകൾ പറ്റുന്നത് ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കണം, എൻ്റെ അടുത്ത് നേരിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ സ്ത്രീകൾ മാത്രമേ. കാര്യം എന്നാന്നോ, എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ ഇപ്പം മെയിൽ വോയിസ് ഇല്ല, എല്ലാവരും ബിസിയാണ്. അത് തന്നെ കാര്യം, കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ എന്നെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, ഇതാ നമ്പറും തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ക്ലാസ്സുകളെല്ലാം ലൈവാണ്, നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകളൊന്നുമില്ല. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇതെടുത്ത് വെച്ച് കേക്ക് എന്ന് പറയുന്ന ഒരു ക്ലാസ്സും നമുക്കില്ല. നമുക്കെല്ലാം ലൈവ് ക്ലാസ്സുകളാണ്, ലൈവ് സെക്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.